നമസ്കാരം. അർണോൾഡ് ഷോസ്നഗർ, ജീവിത വിജയത്തിൻ്റെ പര്യായം, ചാപ്റ്റർ 26, കം ബാക്ക്. ഗവർണറായി തിരഞ്ഞെടുക്കപ്പെട്ട് ആദ്യത്തെ ഒരു വർഷത്തെ ലെജിസ്ലേറ്ററുമായിട്ടുള്ള ഫൈറ്റിന് ശേഷം ഒരു സമവായത്തിലെത്തുന്നു. പിന്നീട് ലെജിസ്ലേറ്ററും ഗവർണറും ഒന്നിച്ച് പല കാര്യങ്ങളിലും ഒരു അഭിപ്രായ സമന്വയമൊക്കെ ഉണ്ടാക്കി മുന്നോട്ട് പോവുകയാണ്. 2005 അർണോൾഡും കാലിഫോർണിയയിലെ ഒരു ഗ്രൂപ്പ് ബിസിനസ്സുകാരും ചൈന സന്ദർശിച്ചു. ചൈന ആ സമയത്ത് വൻ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. സോവിയറ്റ് യൂണിയൻ്റെ പതനത്തിന് ശേഷം ചൈനയും കമ്മ്യൂണിസമൊക്കെ ഉപേക്ഷിച്ചു. കമ്മ്യൂണിസ്റ്റ് ഭരണം എന്ന പേരിൽ മാത്രം അവർ ഓപ്പൺ മാർക്കറ്റ് തുറന്നു കൊടുത്തു. അവിടെ ധാരാളം വ്യവസായങ്ങളും മറ്റ് ബിസിനസ്സുകളെല്ലാം തഴച്ചു വളരുന്നു. അങ്ങനെ ചൈനയിലെത്തുന്ന അർണോൾഡിനും സംഘത്തിനും കാണാൻ കഴിയുന്നത് എന്ത് മാറ്റമാണ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന രീതിയിൽ ചൈന മാറുകയാണ്. വെറുതെ പറയല്ല, ശരിക്കും മാറുകയാണ്. എല്ലാവരും നേരിട്ട് കണ്ട് മനസ്സിലാക്കി. ഒപ്പം ചില ഉദ്ദേശങ്ങളുണ്ട്. കാലിഫോർണിയയുടെ ഉയർച്ചയ്ക്ക് വേണ്ട ചില എഗ്രിമെന്റ്സ് ഉണ്ടാക്കണം. പക്ഷെ ഒന്നും കാര്യമായിട്ട് സാധിച്ചില്ല. പ്രധാനമായിട്ടും പക്ഷെ ഒരു കാര്യം സാധിച്ചു. പോയിട്ട് പട്ടിയാന്തേക്ക് പോയ പോലെ വെറുതെ വരേണ്ടി വന്നില്ല. സാധിച്ച ഒരു പ്രധാന കാര്യം സ്ട്രോബെറി ചൈനയിലേക്ക് കയറ്റുകയാണ്. കാരണം കാലിഫോർണിയയുടെ ഒരു മെയിൻ പ്രോഡക്റ്റ്, അഗ്രികൾച്ചർ പ്രോഡക്റ്റാണ് സ്ട്രോബെറി. അതിന് മാർക്കറ്റ് ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ്. കാരണം കാലിഫോർണിയയിൽ ബിസിനസ്സുകൾ കുറവാണ്, മാർക്കറ്റ് കുറവാണ്. ചൈനയിലേക്ക് അത് എക്സ്പോർട്ട് ചെയ്യുന്നതിനുള്ള ഒരു ഓർഡർ നേടിയെടുക്കാൻ സാധിച്ചു എന്ന് മാത്രമല്ല, അതിൻ്റെ ഡിമാൻഡ് പിന്നെ കൂടിക്കൂടി വന്നു. ഭാവിയിൽ 2008 ബെയ്ജിങ് ഒളിമ്പിക്സ് ഒക്കെ നടക്കുമ്പോൾ അതിൻ്റെ കയറ്റുമതി അതിൻ്റെ ടോപ്പ് ലെവലിലെത്തി. അപ്പോൾ ചൈന യാത്ര കൊണ്ട് തീരെ ഒന്നും ഗുണമില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ മൊത്തത്തിൽ കാലിഫോർണിയയുടെ വളർച്ച വിചാരിച്ച രീതിയിൽ കൊണ്ടുപോകാൻ അർണോൾഡിന് കഴിയുന്നില്ല. കാരണം അഭിപ്രായ സമന്വയമാകുമ്പോൾ അവർ പറയുന്നവിടെ കേൾക്കണം. ഇദ്ദേഹം ഒരു വലിയൊരു പ്രോജക്റ്റ് വേണ്ടി വരുമ്പോൾ ലെജിസ്ലേറ്റർ പറയും, അയ്യോ അത്രയും വലുത് നമുക്കിവിടെ വേണ്ട. അർണോൾഡ് കാലിഫോർണിയ ഡെവലപ്മെന്റിനായിട്ടൊരു വ്യക്തമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരിക്കുകയാണ്. അതിൽ പല രീതിയിലുള്ള കാറ്റഗറി തിരിച്ച്, ഒന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ, അതിനോടനുബന്ധിച്ച് തന്നെ പരിസ്ഥിതി രണ്ടുകൂടി ചേർത്തി അദ്ദേഹം അന്ന് വിഭാവനം ചെയ്തൊരു പദ്ധതിയാണ് 10 ലക്ഷം സോളാർ റൂഫുകൾ. പക്ഷേ ലെജിസ്ലേറ്റർ പറയുന്നത് നമുക്കിവിടെ 1 ലക്ഷത്തിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. അതായത് അവർക്ക് അപ്പോഴത്തെ കാര്യം, ഭാവിയിലൊരു വികസനം എന്നുള്ള ചിന്തയില്ല. മറ്റൊരു കാര്യം കൂടി സംഭവിക്കുകയാണ്. ചീഫ് ഓഫ് സ്റ്റാഫ് പെട്രീഷ്യ റിസൈൻ ചെയ്യാൻ പോകുന്നു. വേറൊന്നല്ല, അവർക്ക് വാഷിങ്ടണിൽ നിന്ന്, അതായത് ബുഷ് ഗവൺമെന്റ് വലിയൊരു ഓഫർ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവരങ്ങോട്ട് പോകുന്നു. മറ്റൊരു ചീഫ് ഓഫ് സ്റ്റാഫിനെ കണ്ടെത്തണം. ഇവരെ വെച്ചതിന് തന്നെ പല മുറുമുറുപ്പും ഉണ്ട്. പാർട്ടി അനുകൂല ആൾക്കാരെ വെച്ചില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ വീണ്ടും അർണോൾഡ് കണ്ടെത്തിയ ഒരാള് സ്വന്തം പാർട്ടിക്കകത്ത് കുറെ കൂടി വലിയ എതിർപ്പുകൾ ക്ഷണിച്ചു വരുത്തുന്ന രീതിയിലുള്ള ഒരാളായിരുന്നു സൂസൻ കെന്നഡി എന്ന ഒരു ഡെമോക്രാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി മെമ്പറാണെന്നേ ഉള്ളൂ. ഡെമോക്രാറ്റ് പാർട്ടിയുടെ പല ആശയങ്ങളോടും യോജിക്കാത്തൊരു വ്യക്തിയാണ്. അവര് സാക്രമെന്റോ ക്യാപിറ്റൽ ഹൗസിലെ തന്നെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥയാണ്. പല കാര്യങ്ങളിലും അർണോൾഡിന്റെ അഭിപ്രായങ്ങളോട് വ്യക്തമായിട്ട് യോജിക്കുന്ന ഒരാളാണ്. ലെജിസ്ലേറ്ററിന്റെ പല പിന്നോക്കം വലിക്കുന്ന പ്രവൃത്തികളോടും എതിർപ്പുള്ള ഒരാളാണ്. അർണോൾഡും അവരും പലപ്പോഴും അത്തരം കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ചീഫ് ഓഫ് സ്റ്റാഫ് ഒക്കെ ആക്കുന്നതിൽ അർണോൾഡിന് വളരെ സന്തോഷമായിരുന്നു. പഴയതിലും ശക്തമായ എതിർപ്പുകളും. റിപ്പബ്ലിക്കൻ പാർട്ടിയിലാണ് ഏറ്റവും എതിർപ്പുകൾ. നിങ്ങളെങ്ങനെ അവരെ ആക്കും, നമ്മുടെ പാർട്ടിക്കാരെ ആക്കാതെ? അർണോൾഡ് അദ്ദേഹത്തിന്റെ പഴയ നയം തന്നെ പറഞ്ഞു, സ്റ്റാഫിന്റെ കാര്യത്തിൽ രാഷ്ട്രീയം നമുക്ക് നോക്കാൻ പറ്റില്ല, അവരുടെ കഴിവാണ് ഞാൻ നോക്കുന്നത്. പക്ഷെ ഇത്തവണ എതിർപ്പുകൾ കുറെ കൂടി ശക്തമായിരുന്നു. ഒന്നാമത്തെ കാര്യം, ഇനി അടുത്ത ഇലക്ഷൻ അടുത്ത് വരികയാണ്. 2006 അടുത്ത ഗവർണർ ഇലക്ഷൻ വരും. പല നേതാക്കന്മാരും പറഞ്ഞു, പാർട്ടിയിൽ നിങ്ങളൊക്കെ ഒറ്റപ്പെടും, നിങ്ങൾക്ക് ഇത്തവണ റിപ്പബ്ലിക്കൻ പാർട്ടി നോമിനേഷൻ തരില്ല, നിങ്ങൾക്കെതിരെ ഞങ്ങൾ വേറെ സ്ഥാനാർത്ഥിയെ നിർത്തും. പല രീതിയിലുള്ള ഭീഷണികൾ. പക്ഷെ അർണോൾഡ് അതിനൊന്നും വഴങ്ങിയില്ല. അർണോൾഡ് പറഞ്ഞു, പാർട്ടി നയം നിങ്ങൾക്ക് തീരുമാനിക്കാം, പക്ഷെ ഗവൺമെന്റിന്റെ നയം തീരുമാനിക്കുന്നത് ഞാനാണ്. അക്കാര്യത്തിൽ പാർട്ടി ഇടപെടണ്ട. അദ്ദേഹം ഒരു ഹോളിഡേയില് സൂസനെ വീട്ടിലേക്ക് വിളിപ്പിച്ചു. അപ്പോൾ അവിടെ മറിയുണ്ട്. മറിയയും ഇവരും പണ്ടേ ഫ്രണ്ട്സാണ്. വളരെ നേരം അവര് ഭാവി പരിപാടികൾ ചർച്ച ചെയ്തു. ആ ചർച്ചകളുടെ അവസാനം അവര് ഒരു പുതിയൊരു പദ്ധതി ആസൂത്രണം ചെയ്യുകയാണ്. ബിൽഡിംഗ് കാലിഫോർണിയ ഫോർ ദ ഫ്യൂച്ചർ ജനറേഷൻസ്. അതാണ് എൻ്റെ ഒരു സമ്മറി. ഭാവി തലമുറയ്ക്ക് വേണ്ടി കാലിഫോർണിയയെ കെട്ടിപ്പടുക്കുക. അതിന് പുതുതായിട്ടുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം, പുതിയ റോഡുകൾ,
പുതിയ ബ്രിഡ്ജസ്, പുതിയ ബിൽഡിങ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ പ്ലാൻ ചെയ്യുകയാണ്. ആ ചർച്ചകളുടെ അവസാനം സൂസൻ പറഞ്ഞ ഒരു വാചകം അത് അർണോൾഡിനെ വല്ലാതെ ഇമ്പ്രസ് ചെയ്തു. സാർ, താങ്കൾ ലോകം കണ്ടതിൽ ഏറ്റവും വലിയ ഒരു പൊളിറ്റിക്കൽ എഞ്ചിനാണ്. പക്ഷേ ആ എഞ്ചിൻ താങ്ങാൻ പറ്റിയ ഒരു ഷാസി ഇന്നും ഇവിടെ ഇല്ല. അത് ഞാൻ ഉണ്ടാക്കിയെടുക്കും. അടുത്ത ലെജിസ്ലേറ്റർ സെഷനിൽ ഈ കാര്യങ്ങൾ അർണോൾഡ് അവതരിപ്പിച്ചു. പതിവ് പോലെ ശക്തമായ എതിർപ്പുകൾ. പ്രധാന കാര്യം, അർണോൾഡിന്റെ ഒരു പ്ലാൻ അനുസരിച്ച് 20 കൊല്ലം കഴിഞ്ഞുള്ള ഒരു കാലിഫോർണിയ, അതിനനുസരിച്ചുള്ള ഡെവലപ്മെന്റ് ഇപ്പോഴേ തുടങ്ങണം. അതായത് നമ്മുടെ ഈ വർഷം 2025. അദ്ദേഹത്തിന്റെ ഒരു വ്യൂ അനുസരിച്ച് ആ കാലഘട്ടത്തിൽ കാലിഫോർണിയയുടെ ജനസംഖ്യ ഏകദേശം 3.25 കോടിയാണ്. 2025 5 കോടി ആകും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടൽ. പക്ഷെ ആ കണക്കുകൂട്ടൽ തെറ്റി. ഇപ്പോഴും അവിടെ 4 കോടിക്ക് താഴെയാണ്. ജനസംഖ്യാ വളർച്ചയൊക്കെ അത്തരം രാജ്യങ്ങളിൽ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ സാമ്പത്തിക ശക്തിയാണ്. പക്ഷേ ഇവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ നോക്കിയാൽ ആ രീതിയിലല്ല. കാരണം എന്താ, ഇവിടുത്തെ ഇത്രയും കൂടിയ പോപ്പുലേഷൻ. അതേസമയം നമ്മളെക്കാൾ താഴെ നിൽക്കുന്ന പല രാജ്യങ്ങളും ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ കൊടുക്കും. കാരണം അവിടെ അത്രേ ഉള്ളൂ ജനസംഖ്യ. രജിസ്ട്രേറ്ററിൽ പ്രശ്നം അവതരിപ്പിച്ചുള്ള മെയിൻ ചോദ്യം, ഇതിനുള്ള വരുമാനം, അതിന് ബോണ്ട് ഇറക്കണം. താങ്കൾ കടം വാങ്ങുന്നതിനെതിരാണല്ലോ. അർണോൾഡ് പറഞ്ഞു, ഞാൻ കടം വാങ്ങുന്നതിനെതിരല്ല. പക്ഷെ കടം വാങ്ങിയാൽ അതുകൊണ്ട് പുതിയ വരുമാനം ഉണ്ടാക്കുന്ന പദ്ധതികളാണ് ഉണ്ടാക്കേണ്ടത്. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, കടം വാങ്ങി ശമ്പളവും പെൻഷനും കൊടുക്കുന്നതല്ല എൻ്റെ രീതി. കടം വാങ്ങിയാൽ അതുകൊണ്ട് പുതിയ സംരംഭങ്ങൾ ഉണ്ടാക്കണം, അതിൽ നിന്ന് നമുക്ക് കൂടുതൽ വരുമാനം കിട്ടണം. വീണ്ടും തുടങ്ങി പ്രശ്നം. ചെലവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതൊന്നും വരുമാനം വരില്ല. അതിന് അർണോൾഡ് പറഞ്ഞു, ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മളൊരു ബിൽഡിംഗ് കെട്ടാൻ പൈസ ചിലവാക്കുന്നു. അങ്ങനെ ഒരു കെട്ടിടം നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ കെട്ടിടത്തിന് ടാക്സ് കിട്ടും, ആ കെട്ടിടത്തിന് വാടക കിട്ടും, അതെല്ലാം വരുമാനമാണ്. അതേസമയം നമ്മൾ കടയിൽ പോയി ഒരു ഫർണിച്ചർ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് ഒരു വരുമാനവും വരാൻ പോകുന്നില്ല. അത് ഓരോ ദിവസവും അതിൻ്റെ വാല്യൂ കുറഞ്ഞു വരുന്നു. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ വെറുതെ ചിലവാക്കുന്നതിനോട് എനിക്ക് യോജിപ്പിക്കില്ല. ചിലവാക്കുന്നത് ഭാവിയിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കണം എന്ന പല കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അവിടെ പലർക്കും ചില സ്ഥാപിത താല്പര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഒരു ബസ് സ്റ്റാൻഡ് വരുന്നു. ബസ് സ്റ്റാൻഡിന് വേണ്ട സ്ഥലത്തായിരിക്കില്ല. പലരും പറയും അത് കുറച്ച് അപ്പുറത്ത് ആ ഭാഗത്താണെങ്കിൽ അന്വേഷിച്ച് വരുമ്പോൾ വെച്ചാൽ അവൻ്റെ വല്ല സ്ഥലം അവിടെ കിടപ്പുണ്ടാവും. അപ്പോൾ ഈ ബസ് സ്റ്റാൻഡ് അവിടെ എത്തുമ്പോൾ അതിന് വില കൂടും. ഇങ്ങനെയുള്ള പല സ്ഥാപിത താല്പര്യക്കാരും ഒക്കെ ലെജിസ്ലേറ്ററിൻ്റെ അകത്തുണ്ട്. അങ്ങനെ പല ചർച്ചകളും തർക്കങ്ങളും ഒക്കെ നടന്നു. പക്ഷേ വ്യത്യസ്തമായിട്ട് ഒന്നും പബ്ലിക് ആവുന്നില്ല. എല്ലാം സഭയ്ക്കകത്ത് നിൽക്കുന്നുണ്ട്. അതാണ് ആ ഒരു സമാധാനം. ജനങ്ങളൊന്നും അറിയുന്നില്ല. ഇതിനിടയിൽ സൂസൻ ചീഫ് ഓഫ് സ്റ്റാഫായിട്ട് അധികാരമേറ്റു. അവർ അധികാരമേറ്റതിൻ്റെ അടുത്ത ദിവസം തന്നെ പല സെക്ഷൻ ഹെഡ്സിനെയും വിളിച്ചുകൂട്ടി പറഞ്ഞു, 2025 കാലിഫോർണിയ 5 കോടി ജനസംഖ്യയിലെത്തുന്നു എന്ന് വിചാരിക്കുക. അതിനുവേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്നതിനുള്ള ചെലവ് കണക്ക് കൂട്ടണം. പലരും ഉടനെ തുടങ്ങി അതിൻ്റെ അഭിപ്രായങ്ങൾ. അതാണല്ലോ എൻ്റെ രീതി. എങ്ങനെ ഇത് നടപ്പിലാക്കാതിരിക്കാം, എങ്ങനെ ജോലിയെടുക്കാതിരിക്കാം എന്നാണല്ലോ സർക്കാർ സർവീസത്തിൽ ആദ്യം നോക്കേണ്ടത്. പക്ഷേ സൂസൻ പറഞ്ഞു, നിങ്ങളുടെ അഭിപ്രായം കേൾക്കാനല്ല ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത്. ഞാൻ പറയുന്നത് നിങ്ങൾ നടപ്പിലാക്കാനാണ്. പറ്റാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം, അവർ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിത്തരാം. അതാണ് സൂസന്റെ സ്വഭാവം. പെട്രീഷ്യയ്ക്ക് പറ്റാത്തൊരു കാര്യം അതായിരുന്നു. അവരാരെടുത്തും എന്നെ കേട്ടാൻ റൈറ്റായിട്ട് സംസാരിക്കില്ല. ചിലവെല്ലാം കണക്കുകൂട്ടി ഏതാനും ദിവസങ്ങൾക്കകം പ്ലാന് സൂസന്റെ മുന്നിലെത്തി. സൂസനും അർണോൾഡും കൂടി അത് ചർച്ച ചെയ്തു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അതിനുദ്ദേശിക്കുന്ന ചെലവ് വളരെ വലുതാണ്. ഏകദേശം $50,000 കോടി. അത്രയും വരുമാനം ബോണ്ട് ഇറക്കിയാൽ പോലും ഉണ്ടാക്കാൻ പറ്റില്ല എന്നവർ മനസ്സിലാക്കി. അവരൊരു 10 വർഷം പുറകോട്ട് പോയി. 2015 വരുന്ന രീതിയിലുള്ള ചെലവ് കണക്കാക്കി. അതിന് കണക്കാക്കിയ ചെലവ് $20,000 കോടി. വീണ്ടും കുറേ ചർച്ചകൾ നടന്നു. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഒഴിവാക്കി. അവസാനം $6,200 കോടി ഒരു പദ്ധതി ലെജിസ്ലേറ്റർ അംഗീകരിച്ചു. പരിസ്ഥിതി സംരക്ഷണത്തിന് ബന്ധപ്പെട്ട് സോളാർ റൂഫ് കൂടാതെ തന്നെ പല പ്ലാനുകളും അത് നേരത്തെ പലരും തുടങ്ങി വെച്ചാണ്. എല്ലാവരും തുടങ്ങി വെച്ചിട്ടുള്ളൂ, ആരും നടപ്പിലാക്കിയിട്ടില്ല. പ്രധാനപ്പെട്ട കാര്യം വാഹനങ്ങളുടെ എമിഷൻ നോംസ് അത് സ്ട്രിക്റ്റ് ആക്കണം എന്നൊരു അഭിപ്രായം അർണോൾഡിനുണ്ട്. വാഹന കമ്പനികളുടെ ലോബികൾ സമ്മതിക്കില്ലല്ലോ, കാരണം അവർക്ക് കൂടുതൽ ചെലവ് വരുന്ന ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം, വാഹനങ്ങൾക്ക് മിനിമം മൈലേജ്, ഇത്ര മൈലേജെങ്കിലും ഇല്ലാത്ത വാഹനങ്ങൾ കൂടുതൽ അതിനുള്ള ടാക്സ് കൊടുക്കേണ്ടി വരും എന്നുള്ള രീതിയിലുള്ള ഒരു നിയമം നടപ്പിലാക്കാനുള്ള ആലോചന.
അതിനെയും ആ ലോബി എതിർക്കും. ഇതുകൂടാതെ വീടുകള്, ഫാക്ടറികള്, അങ്ങനെയുള്ള സ്ഥലത്തുള്ള എമിഷൻ നോംസ്, ഒരു വീടിലെ ചിമ്മിനി പോലും ശരിയായ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കണം, അതിൽ നിന്ന് കൂടുതൽ പുക വരുന്ന രീതിയിലായിരിക്കരുത് എന്നുള്ള രീതിയിലൊക്കെ അർണോൾഡ് പ്ലാനുകളെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അർണോൾഡും സൂസനും ചേർന്ന് എല്ലായിടത്തും ശക്തമായ എതിർപ്പുകളും വരുന്നുണ്ട്. കൂട്ടത്തിൽ ഈ സോളാർ പവറിനെ എതിർക്കുന്ന ഒരു വിഭാഗം, കൺവെൻഷണൽ എനർജി ഉണ്ടാക്കുന്ന ആൾക്കാരവിടെ ഉണ്ട്. പക്ഷെ ഇതിനെ അർണോൾഡ് സമീപിച്ചത് വേറെ രീതിയിലാണ്. അർണോൾഡ് ഇത്തരം പല ആൾക്കാരെയും വിളിച്ചുകൂട്ടി അർണോൾഡ് സംസാരിച്ചത് വേറെ രീതിയിലാണ്. ഇതൊക്കെ നമുക്ക് കൂടുതൽ അവസരങ്ങൾ തരുന്ന കാര്യമാണ്. പുതിയ സോളാർ പവർ വരുമ്പോൾ അതിന് കൂടുതൽ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആൾക്കാർ വേണം. അതിനനുസരിച്ച് ഇവിടെ തൊഴിൽ കൂടും. അതുപോലെ തന്നെ ഈ എമിഷൻ നോംസ് വരുന്നതിനനുസരിച്ച് അത്തരം രീതിയിൽ ഡിസൈൻ ചെയ്യുന്ന ചിമ്മിനികളും അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് തൊഴിൽ കൂടും. അപ്പോൾ എല്ലാത്തിനെയും എതിർക്കാതെ എല്ലാം പോസിറ്റീവായി കാണുക, എല്ലാത്തിനെയും ഒരു പുതിയ രീതിയിൽ അപ്രോച്ച് ചെയ്യുക എന്നൊരു കാര്യം അദ്ദേഹം മറ്റുള്ളവരെ പഠിപ്പിച്ചു. അതിനനുസരിച്ച് കുറേയൊക്കെ മാറ്റങ്ങൾ വന്നു. പക്ഷേ ആ സമയത്ത് ഓട്ടോമൊബൈൽ ലോബി നേരെ പോയി പ്രസിഡന്റ് ബുഷിനെ ഒന്ന് ചാക്കിട്ട് ബുഷ് ഈ നീക്കങ്ങൾക്ക് തടയിട്ടുകൊണ്ട് അവിടെ നിന്നൊരു സ്റ്റോപ്പ് മെമ്മോ കാലിഫോർണിയക്ക് അയച്ചു. കാരണം അമേരിക്കയിലെ ബാക്കി സ്റ്റേറ്റുകളിലൊന്നും അതുവരെ അത്തരം കാര്യം ചിന്തിച്ചിട്ടില്ല. കാലിഫോർണിയയിലാണ് ഇതെല്ലാം ആദ്യമായിട്ട് നടപ്പിലാക്കാൻ പോകുന്നത്. ഉടനെ അർണോൾഡ് നേരെ ബുഷിനെ കാണാൻ പോയി സംസാരിച്ചു. അധികം വൈകാതെ ബുഷ് ആ തീരുമാനം പിൻവലിക്കുകയും ചെയ്തു. പിന്നെ കാലിഫോർണിയ നേരിട്ടിരുന്ന മറ്റു ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, പ്രകൃതിക്ഷോഭങ്ങൾ. ഇടയ്ക്കിടയ്ക്ക് അവിടെ കൊടുങ്കാറ്റ്, വെള്ളപ്പൊക്കം, ഭൂകമ്പം, ഇങ്ങനെ പല സംഭവങ്ങളും വരും. 2005 അർണോൾഡിന്റെ ഭരണകാലത്ത് തന്നെയാണ് നമ്മളെല്ലാം പലർക്കും ഇപ്പോഴും ഓർമ്മയാണ് കത്രീന എന്നുള്ള ഒരു ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചത്. ആ രീതിയിലുള്ള, അപ്പോൾ ഈ കാലിഫോർണിയയുടെ ഭൂമിശാസ്ത്രപരമായ അവസ്ഥ പറയുകയാണെങ്കിൽ അത് തുടക്കത്തിൽ, അതായത് വളരെ പണ്ടുകാലത്ത് കടൽ നിരപ്പിനും താഴെയുള്ള ഒരു സ്ഥലമായിരുന്നു. പിന്നെ അത് ഡെവലപ്പ് ചെയ്ത് വന്നതാണ്. അപ്പം ചെറിയൊരു ഭൂമി കുലുക്കം മതി കടലിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് കയറും. അത്തരം പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ കടലിൽ നിന്ന് വെള്ളം കയറുന്നതോടെ അവിടെയുള്ള പല സിസ്റ്റങ്ങളും, ഇലക്ട്രിസിറ്റി, വാട്ടർ സപ്ലൈ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും തകരും. പിന്നെ ഇതെല്ലാം ആദ്യമേ റീകൺസ്ട്രക്ട് ചെയ്യണം. പ്രശ്നങ്ങളും കാലിഫോർണിയ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തെക്കൻ കാലിഫോർണിയയിൽ നേരിടുന്ന ഒരു പ്രശ്നമുണ്ട്. അവിടെ കുടിവെള്ള ക്ഷാമമുണ്ട്. വടക്കൻ കാലിഫോർണിയയിൽ ധാരാളം കുടിവെള്ളമുണ്ട്. തെക്കൻ കാലിഫോർണിയയിൽ കുടിവെള്ളം ഇല്ല. അതിന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചില ഗവർണർമാരൊക്കെ പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നു. വടക്ക് നിന്ന് തെക്കോട്ട് ഒരു കനാല്. പക്ഷേ അത് ഒരു ഗവർണർ ആസൂത്രണം ചെയ്യും. അയാളുടെ കാലം കഴിഞ്ഞ് അടുത്ത ഗവർണർ വരുന്നവിടെ അത് നിർത്തിവെക്കും. പിന്നെ ഒരാൾ വീണ്ടും തുടങ്ങും, അടുത്ത ആൾ നിർത്തും. ആ രീതിയിൽ അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അർണോൾഡ് ആ ഒരു പദ്ധതി ശരിക്കും പഠിച്ചു. അതിനുശേഷം അദ്ദേഹം ചെയ്തത് ലെജിസ്ലേറ്റേഴ്സിനെ മുഴുവൻ വിളിച്ചു. പാർട്ടി ഭേദമൊന്നുമില്ല, റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റ്സും. എന്നിട്ട് പറഞ്ഞു, നമുക്ക് ഒന്നിച്ചൊരു യാത്ര നടത്തണം. ഈ കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കി ഓരോ ഭാഗത്തുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ട് അതിനനുസരിച്ച് നമുക്കൊരു പദ്ധതി ഉണ്ടാക്കണം. ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇനിയിപ്പോൾ ജനങ്ങളുടെ ക്ഷേമത്തിനുള്ള കാര്യമാണ്. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒന്നിച്ച് ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻസും ഒരു റിപ്പബ്ലിക്കൻ ഗവർണറും കൂടി ഒരു യാത്ര നടത്തുന്നു. അതും പാർട്ടി തലത്തിൽ ഭയങ്കര എതിർപ്പുകളാണ്. ഈ ഡെമോക്രാറ്റ് പാർട്ടിയുടെ ആൾക്കാർ അവരുടെ മെമ്പേഴ്സിൻ്റെ അടുത്ത് പറയും, നിങ്ങൾ അങ്ങനെ പോരുത്, നമ്മുടെ പൊളിറ്റിക്കൽ ഇമേജിനെ ബാധിക്കും. അതുപോലെ തന്നെയാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ആൾക്കാരുടെ അവസ്ഥ. നിങ്ങൾ മറ്റവരുടെ കൂടെ പോകരുത്, ഇമേജിനെ ബാധിക്കും. പക്ഷേ എല്ലാവരും ആ ഒരു കാര്യത്തിൽ അർണോൾഡിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്തു. ലെജിസ്ലേറ്റർ മൊത്തം അർണോൾഡിനെ സപ്പോർട്ട് ചെയ്തു. അവർ ആ രീതിയിലൊരു യാത്ര നടത്തി. അത് ജനങ്ങൾക്കിടയിലുണ്ടാക്കിയ ഒരു ഇമേജ് വളരെ വലുതായിരുന്നു. കാരണം ജനങ്ങൾ കണ്ടിട്ടില്ല ഈ രാഷ്ട്രീയമായിട്ട് എതിർ ചേരിയിൽ നിൽക്കുന്ന ആൾക്കാർ, അതായത് പാർട്ടിയിലൊക്കെ ഷേക്കാൻഡ് കൊടുക്കുന്നല്ലാതെ പബ്ലിക്കായിട്ട് ഒന്നിച്ച് ജനങ്ങൾക്ക് വേണ്ടി ഒരു യാത്ര നടത്തുന്നു, ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നു. അതെല്ലാം ജനങ്ങൾക്ക് പുതിയൊരു അനുഭവം തന്നെയായിരുന്നു. അടുത്ത ഇലക്ഷൻ വരുന്നുണ്ട് 2006. പക്ഷെ ഈ പ്രവർത്തനങ്ങൾക്കിടയിൽ ഗവർണർ ഇലക്ഷനെ കുറിച്ച് കാര്യമായിട്ട് ചിന്തിക്കാനേ അർണോൾഡിന് സമയം കിട്ടിയിട്ടില്ല. പക്ഷെ വാസ്തവത്തിൽ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ജനങ്ങൾക്കിടയിൽ ഇമേജ് പിന്നെയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അധികാരയേറ്റ സ്ഥാനത്ത് നമ്മൾ മനസ്സിലാക്കിയാണ് ജനങ്ങളുടെ ഇടയിലുള്ള ഇമേജ് 70% കൂടിയിരുന്നു. അത് ലെജിസ്ലേറ്ററുമായിട്ടുള്ള ഫൈറ്റിന് ശേഷം 30% താഴെ എത്തി. അപ്പോഴും അർണോൾഡ് അഭിപ്രായ സർവേയുടെ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞാണ്, സമാധാനമുണ്ട്, മറ്റവർക്ക് ഇതിനേക്കാൾ താഴെയാണ്. കാരണം ലെജിസ്ലേറ്റർ മെമ്പേഴ്സിനൊക്കെ 20% താഴെയാണ്. പക്ഷെ ഇപ്പോൾ അത് വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ ഗവർണർ ഇലക്ഷൻ പ്രഖ്യാപിച്ചു. ഇലക്ഷൻ പ്രഖ്യാപിച്ച് വളരെ ദിവസങ്ങൾക്ക് ശേഷമാണ് അർണോൾഡ് ഇലക്ഷൻ ക്യാമ്പയിൻ തുടങ്ങുന്നത്. ഈ ഓരോ സ്റ്റേറ്റിന്റെ വികസനം അതായിരുന്നു ആദ്യത്തെ ലക്ഷ്യം, ഗവർണർ ഇലക്ഷൻ രണ്ടാമത് എന്നുള്ള രീതിയിലാണ് അത് പോയത്. ഗവർണർ ഇലക്ഷൻ എന്ന് ഓർമ്മ വരുന്നത് തന്നെ ഒരു ദിവസം അർണോൾഡിന് ഒരു ലെറ്റർ കിട്ടുകയാണ്, കൂട്ടത്തിൽ ഒരു ചെക്കും. $23,600 ഒരു ചെക്ക് അയച്ചിരിക്കുന്നത് മറിയയുടെ അമ്മയാണ്, യൂനിസ് കെന്നഡി. അവർ എൻ്റെ കൂടെ എഴുതിയിരിക്കുന്നത് ഇതാണ്: തൽക്കാലം ടാക്സ് റൂൾസ് അനുസരിച്ച് എനിക്ക് ഇത്രേ തരാൻ നിർവാഹമുള്ളൂ. പക്ഷേ ടെഡി, അതായത് അവരുടെ സഹോദരൻ, അറിയണ്ട, അവന് ഞാൻ അത്രയും വലിയൊരു എമൗണ്ട് കൊടുത്തിട്ടില്ല. അങ്ങനെ 2006 ഗവർണർ ഇലക്ഷൻ വരുന്നതിന് മുമ്പായിട്ട് തന്നെ പല ശക്തമായ നിയമങ്ങളും നടപ്പിലാക്കാൻ അർണോൾഡിന് സാധിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു കാലിഫോർണിയ ഗ്ലോബൽ വാർമിംഗ് ആക്ട്. ആ ആക്ട് അനുസരിച്ച് 2020 ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ 30% കുറയ്ക്കണം, 2050 ആകുമ്പോഴേക്കും 80% കുറയ്ക്കണം. അതുകൂടാതെ മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന ഒരു ഗ്ലോബൽ എഗ്രിമെന്റ്, അത് സീനിയർ ജോർജ് ബുഷ് ഒപ്പുവെച്ച ഒരു എഗ്രിമെന്റാണ്. അതിൽ കൂടുതൽ ശക്തമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു തീരുമാനം, 10 ലക്ഷം സോളാർ റൂഫ് നടപ്പിലാക്കാനുള്ള തീരുമാനം. ആ 10 ലക്ഷം സോളാർ റൂഫ് നടപ്പിലാക്കുന്നതിനായിട്ട് $200 കോടി സബ്സിഡി, അതും നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതിനെ കണ്ട് സംസാരിച്ചതോടെ ഉള്ള തീരുമാനം അനുസരിച്ച് വാഹനങ്ങളുടെ മിനിമം മൈലേജും പൊല്യൂഷൻ നോംസും എല്ലാം നടപ്പിലാക്കുന്നതിനുള്ള നിയമവും കാലിഫോർണിയ പാസ്സാക്കി. അത്തരമൊരു നിയമം കാലിഫോർണിയ സ്റ്റേറ്റ് പാസ്സാക്കിയതോടെ അത് പിന്നെ അമേരിക്കയിലെ പല സ്റ്റേറ്റുകളും പാസ്സാക്കാൻ തുടങ്ങി. അങ്ങനെ അമേരിക്കയിൽ ആകമാനം ഓട്ടോമൊബൈൽ രംഗത്ത് മലിനീകരണം കുറയ്ക്കുന്നതിനൊരു നടപടി സ്വീകരിക്കുന്നതിന് തുടക്കമിടാൻ അർണോൾഡിന് കഴിഞ്ഞു. ഇലക്ഷന് നോമിനേഷൻ കൊടുക്കുന്നത് വരെ മറിയ വിചാരിച്ചിരുന്നത് ഈ ഒരു ടേമോട് അർണോൾഡ് പൊളിറ്റിക്സ് അവസാനിപ്പിക്കും, വീണ്ടും പഴയ രീതിയിലേക്ക് മാറുമെന്നായിരുന്നു. വാസ്തവത്തിൽ അർണോൾഡും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. 3 കൊല്ലം കൊണ്ട് കാലിഫോർണിയ അങ്ങ് നന്നാക്കിയെടുക്കാം എന്ന് വിചാരിച്ചാണ്. 3 കൊല്ലം കൊണ്ട് ഇപ്പോൾ ഒന്ന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞു, അത്രേ ആയുള്ളൂ. അപ്പം അതുകൊണ്ട് ഒരു ടേമും കൂടി, പിന്നെ അതിൻ്റെ അപ്പുറം പറ്റില്ല. 2 ടേമാണ് അവിടെ ഗവർണറാണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും ഒരാൾക്ക് പറ്റുള്ളൂ. മത്സരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ആ തീരുമാനം അറിഞ്ഞ ഉടനെ നിറയെ രസകരമായ ഒരു കാര്യം ചെയ്തു. അവരുടെ വീടിൻ്റെ ചിത്രമൊക്കെ വെച്ച് ഒരു ലെറ്റർ, ഇത്രയും നല്ല വീടുള്ളപ്പോൾ ക്യാപിറ്റൽ ബിൽഡിങ്ങിൻ്റെ അടുത്തുള്ള ഹോട്ടലിൽ താമസിക്കേണ്ട ആവശ്യം എന്താ എന്നുള്ള നിലയ്ക്ക് ഒരു ലെറ്ററൊക്കെ അയച്ചു. പക്ഷേ അർണോൾഡ് തീരുമാനിച്ചു, എന്തായാലും ഈ തുടങ്ങി വെച്ചത് എവിടെയെങ്കിലും ഒന്ന് എത്തിക്കണമെങ്കിൽ ഒരു ടേമും കൂടി ഗവർണർ ആയേ പറ്റൂ. പ്രധാന എതിരാളി ഫിൽ ഏഞ്ചലിറ്റ്സ് എന്ന ഒരു ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥിയായിരുന്നു. അവർ തമ്മിൽ 1-2 ഓപ്പൺ ഡിബേറ്റ് കഴിഞ്ഞു. അപ്പോൾ ഈ ഫിൽ ഏഞ്ചലിറ്റ്സിന്റെ പ്രധാന പ്രശ്നം ഈ പുതിയ ബോണ്ട് ഇറക്കി പൈസ എടുക്കുന്നതിനോടായിരുന്നു. ഏറ്റവും കൂടുതൽ കടബാധ്യത ഉണ്ടാക്കി വെച്ച ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. പക്ഷെ അത് വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചില്ല, ശമ്പളത്തിനും പെൻഷനും ഒക്കെ ഉപയോഗിച്ചാണ്. അതൊക്കെ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയാണ്. ഇപ്പൊ അവരെ കടമെടുപ്പിനെ എതിർക്കുന്നു. പകരം അദ്ദേഹം പറയുന്നത് ടാക്സ് കൂട്ടണം. കൂട്ടിയ പല ടാക്സുകളും അർണോൾഡ് കുറച്ചതാണ് എന്ന് മാത്രമല്ല, 2003 ഗവർണർ ആയിട്ട് അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഈ 2006 വരെയും ഒരു ടാക്സും കൂട്ടിയിട്ടില്ല. പല ടാക്സുകളും കുറച്ചല്ലാതെ ഒരു ടാക്സും കൂട്ടിയിട്ടില്ല. അർണോൾഡിനൊരു വലിയ ക്രെഡിറ്റ് ആയിരുന്നു. 3 കൊല്ലമായിട്ട് ടാക്സ് കൂട്ടാത്ത ഒരു ഗവർണർ ജനങ്ങൾക്കിടയിൽ വലിയൊരു ഇമേജ് ഉണ്ടാക്കിയ കാര്യമായിരുന്നു. കാരണം അതിൻ്റെ ഒരു തന്ത്രം നമ്മൾ നേരത്തെ മനസ്സിലാക്കിയാണ്. ടാക്സ് കൂടുന്തോറും ബിസിനസ് കുറയുകയുള്ളൂ. 2005 അവസാനമൊക്കെ ആകുമ്പോഴേക്കും സംഭവിച്ചൊരു വേറൊരു കാര്യമുണ്ട്. ടാക്സുകളൊന്നും കൂട്ടാത്തതുകൊണ്ട് അവിടെ ബിസിനസ് കൂടി, സ്റ്റേറ്റിന്റെ മൊത്തം റവന്യൂ കൂടി എന്നുള്ളതാണ് സത്യം. ടാക്സുകൾ കൂട്ടാതെ തന്നെ മൊത്തം വരുമാനം കൂടി. മറ്റേയാളുടെ പ്രചാരണം ജനങ്ങൾ മുഖവിലക്കെടുത്തില്ല. മാത്രമല്ല അർണോൾഡ് അവിടെ ഒരു കാര്യം ചെയ്തു. ശരി, നമുക്കൊരു ഈ ഇലക്ഷന്റെ കൂട്ടത്തിൽ തന്നെ ബോണ്ട് ഇറക്കുന്നതിനെ കുറിച്ച് ജനാഭിപ്രായം തേടാം. അപ്പൊ ആ ഗവർണർ ഇലക്ഷന്റെ കൂടെ തന്നെ ഗവർണറുടെ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇത്രയും കോടി ഡോളറിന്റെ ബോണ്ട് ഇറക്കുന്നതിനെ കുറിച്ചുള്ള ജനാഭിപ്രായം രണ്ടും കൂടി ചോദിച്ചുകൊണ്ടായിരുന്നു അത്തവണത്തെ ഇലക്ഷൻ. അർണോൾഡ് എതിരാളിയേക്കാൾ 17% അധികം വോട്ട് നേടി ജയിച്ചു എന്ന് മാത്രമല്ല, ആ ബോണ്ട് ഇറക്കുന്നതിന് പൂർണ്ണ ജനപിന്തുണ